മക്കളെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നെയിമിംഗ് വേർഡ്സ് ഒക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺ. അപ്പോൾ ഈ നൗൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ക്യാറ്റ്, ഡോഗ്, ബോയ് എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യും. സിംഗിൾ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? സിംഗുലർ നൗൺ എന്ന് പറയും. അതേസമയം കുറേ എണ്ണം ഉണ്ടെങ്കിലോ പ്ലൂറൽ നൗൺ എന്ന് പറയും അല്ലേ? ഒന്നിൽ കൂടുതലുള്ളപ്പോൾ നമ്മൾ അതിന് പ്ലൂറൽ എന്ന് പറയും. ഡോഗ്സ് ആയിക്കോട്ടെ, ക്യാറ്റ്സ് ആയിക്കോട്ടെ, എലിഫൻസ് ആയിക്കോട്ടെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സിംഗുലർ നൗണിൽ നിന്ന് പ്ലൂറൽ നൗൺ ആക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നൗൺ ക്യാൻ ബി സിംഗുലർ ഓർ പ്ലൂറൽ. അപ്പോൾ നൗൺ എന്താവാം? സിംഗുലറും ആവാം പ്ലൂറലും ആവാം അല്ലേ? ഹൗ ടു കൺവേർട്ട് സിംഗുലർ നൗൺ ടു പ്ലൂറൽ നൗൺ? ഇതായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. ഇതിൽ കുറച്ചെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, അത് മിസ് മാർക്ക് ചെയ്ത് തരും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോകണം. അപ്പോൾ ആദ്യത്തെയാണ് ചേഞ്ച് ദ ഇൻസൈഡ് വവൽ. അപ്പോൾ അകത്തിരിക്കുന്ന വവലിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഈ മാൻ്റെ ഉള്ളിൽ ആ സൗണ്ടിനെ നമ്മൾ എന്താക്കും? എ സൗണ്ട് ആക്കും. മാൻ എന്തായി? മെന്നായി. വുമൺ, വുമൻ്റെ പ്ലൂറൽ എന്താണ്? വിമൻ. ഓക്കെ. അതേപോലെ മൗസിൻ്റെ മൈസ്, ലൗസിൻ്റെ ലൈസ്, ആൻഡ് ടൂത്തിൻ്റെ ടീത്ത്, ഫുട്ടിൻ്റെ ഫീറ്റ്, ആൻഡ് ഗൂസിൻ്റെ ഗീസ്. ഇതിൽ ഗൂസിൻ്റെയും ഗീസിൻ്റെയും ഓർത്ത് വെക്കാം. ഗൂസിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് എന്താണ്? ഗീസ് ആണ്. ഓക്കെ. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ എസ് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കാർ ആയിക്കോട്ടെ, കാർ, കാർസ് അല്ലേ? ഡോഗ്, ഡോഗ്സ്. എയർപ്ലെയിൻ, എയർപ്ലെയിൻസ്. ബുക്ക്, ബുക്സ്. ആപ്പിൾ, ആപ്പിൾസ്. ഡേ, ഡേയ്സ്. ഓക്കെ. അപ്പോൾ എസ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലൂറൽ ആക്കാൻ പറ്റും. ഇനി സൂവിൻ്റെ പ്ലൂറൽ എന്താ? സൂസ്. യെസ്. റേഡിയോൻ്റെ റേഡിയോസ്. കാങ്കറൂൻ്റെ കാങ്കറൂസ്. ഓക്കെ. റൂഫ്, റൂഫ്സ്. കീ, കീസ്. ബൈക്ക്, ബൈക്സ്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും മിസ്സേ ഇതിപ്പോൾ എങ്ങനെ എനിക്ക് മനസ്സിലാവുക? ബാക്കിൽ എസ് ആണോ ഇ എസ് ആണോ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള വവൽ ചേഞ്ച് ചെയ്യാണോ എന്ന് അത് മനസ്സിലാക്കാൻ ഒരേ വഴിയുള്ളൂ. ഇതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ. ഇനി ഈ നമ്മുടെ വേർഡ്സ് എൻഡ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റിൽ സി എച്ച്, എസ്, എസ് എച്ച്, എക്സ് അല്ലെങ്കിൽ സെഡ് വരാണ്. അതായത് ച്, സ്, ഷ്, സ്, സ് എന്നുള്ള സൗണ്ടൊക്കെ വരികയാണെങ്കിൽ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും? ഇ എസ് ആണ് ആഡ് ചെയ്യാറ്. എന്ന് വെച്ച് എല്ലാ കേസും അങ്ങനെയല്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന വേർഡ്സ് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ബസ്, ബസ്സസ്. ഓക്കെ. ചില കേസിൽ ചിലർ പറയും ബസ്സിന് ബസ് തന്നെയാണെന്ന്. അപ്പോൾ ബസ്സസ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ബസ് തന്നെ ആവാറുണ്ട്. എപ്പോഴാണ് ബസ് തന്നെ ആവാറ്? ഇപ്പോൾ എല്ലാം ഫുൾ KSRTC ഒരേപോലത്തെ ബസ്സാണ് നിർത്തി വെച്ചിട്ടുള്ളതെങ്കിൽ ബസ്സിൻ്റെ പ്ലൂറൽ ബസ് തന്നെയാണ്. പക്ഷെ പല ടൈപ്പ് ബസ്സുകൾ കൂട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ബസ്സസ് ആണ്. ഓക്കെ. മാച്ച്, മാച്ചസ്. ഡിഷ്, ഡിഷസ്. ബോക്സ്, ബോക്സസ്. ക്വിസ്, ക്വിസസ്. ആൻഡ് ബെഞ്ച്, ബെഞ്ചസ്. ഓക്കെ. ഇനി നമ്മൾ VES ആഡ് ചെയ്യുന്ന പ്ലൂറൽ വരാറുണ്ട്. ലീഫ് എന്തായി? ലീവ്സ്. വുൾഫ് എന്തായി? വൂൾസ്. ലൈഫ് എന്തായി? ലൈവ്സ്. നൈഫ്, നൈവ്സ്. കാഫ്, കാവ്സ്. ദെയർ, സോറി ഇത് ദെയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. തീഫ്, തീവ്സ്. ഓക്കെ. ഇനി ES ആഡ് ചെയ്യുന്ന ചിലത് ടൊമാറ്റോ, ടൊമാറ്റോസ്. പൊട്ടാറ്റോ, പൊട്ടാറ്റോസ്. ഹീറോ, ഹീറോസിനൊക്കെ എന്താണ്? ES ആണ് ആഡ് ചെയ്യാറ്. ഇനി ഇതാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് എക്സാമിന് ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിച്ചു നോക്കുക. അപ്പം ബ്രദർ ഇൻ ലോനെ നമ്മൾ ബ്രദർ ഇൻ ലോസ് എന്നാണോ പറയാ? അല്ല അല്ലേ? ഇതിൽ ബ്രദർ അല്ലേ ഇമ്പോർട്ടൻറ്റ്? ബ്രദർ ഇൻ ലോ അല്ലേ? ഇൻ ലോവിലുള്ള ബ്രദർ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ബ്രദേഴ്സ് ഇൻ ലോ. ഓക്കെ. ബ്രദർ ഇൻ ലോ എന്താവും? ബ്രദേഴ്സ് ഇൻ ലോ ആവും. വൈസ് ക്യാപ്റ്റൻ. അപ്പോൾ വൈസ് ആണോ ഇമ്പോർട്ടൻറ്റ്? ക്യാപ്റ്റൻ ആണോ ഇമ്പോർട്ടൻറ്റ്? ക്യാപ്റ്റൻ അല്ലേ ഇമ്പോർട്ടൻറ്റ്? വൈസ് ക്യാപ്റ്റൻസ്. കമാൻഡർ ഇൻ ചീഫ്. അപ്പോൾ അതിലാരാ ഇമ്പോർട്ടൻറ്റ്? കമാൻഡർ. കമാൻഡേഴ്സ് ഇൻ ചീഫ്. റണ്ണർ അപ്പ്. റണ്ണർ അപ്സ് ആണോ അത് റണ്ണേഴ്സ് അപ്പ് ആണോ? റണ്ണേഴ്സ് അപ്പ്. യെസ്. ബ്ലാക്ക് ബോർഡ്, ബോർഡാണ് ഇമ്പോർട്ടൻറ്റ്. ബ്ലാക്ക് ബോർഡ്സ്. ടാക്സി ഡ്രൈവർ, ടാക്സി ഡ്രൈവേഴ്സ്. ഓക്കെ. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഈ ബ്രദർ ഇൻ ലോ, കമാൻഡർ ഇൻ ചീഫ്, വൈസ് ക്യാപ്റ്റൻ ഒക്കെ നിങ്ങൾ നോക്കി ഓർത്ത് വെക്കുക. ഓക്കെ. ആൻഡ് ഇനി ചിലതിൽ ചേഞ്ചസ് വരാറേ ഇല്ല. ലൈക്ക് ഷീപ്പിൻ്റെ ഷീപ്പ്, ഫിഷിൻ്റെ ഫിഷ്. ചില കേസസിൽ ഫിഷസ് വരാറുണ്ട്. എപ്പോൾ? നമ്മൾ ബസ്സിൻ്റെ പറഞ്ഞ അതേ അവസ്ഥയിൽ. അതായത് പല ടൈപ്പ് മീനുകൾ ഉണ്ടെങ്കിൽ എന്താണ്? ഫിഷസ് ആണ്. ഒരേ ടൈപ്പ് മീനാണെങ്കിലോ ഫിഷ് ആണ്. യെസ്. ഡിയർ, ഡിയർ. മൂസ്, മൂസ്.
സ്വൈൻ സ്വൈൻ, ജീൻസ് ജീൻസ്. അപ്പം ചിലരിപ്പോൾ എൻ്റെ പുതിയ ജീനാ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു വാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ജീൻസ്, പാൻസ്, ട്രൗസേഴ്സ് ഒക്കെ എപ്പോഴും ആ പ്ലൂറലിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ജീൻസ്, പാൻസ്, ട്രൗസേഴ്സ്. ഓക്കെ, അപ്പം ചിലതിന് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വ്യത്യാസങ്ങൾ വരാറ്. നമുക്ക് നോക്കാം. ഇൻഡെക്സ് എന്താവും? ഇൻഡിസസ് ആവും. ഓക്സൻ ആവും. ഡേറ്റം ഡേറ്റ ആവും. അപ്പം ചിലർ പറയുമ്പോൾ സിലബസിനെ എങ്ങനെ നമ്മൾ പ്ലൂറൽ ആക്കി പറയും എന്നുള്ളത്. സിലബസിൻ്റെ പ്ലൂറൽ സിലബൈ ആണ്. ഓക്കെ, സിലബസ് സിലബൈ. മീഡിയം മീഡിയ, ഫംഗസ് ഫംഗി, പേഴ്സൺ പീപ്പിൾ. അപ്പോൾ ഒരാൾ എന്തായി? പ്ലൂറൽ ആവുമ്പോൾ പീപ്പിൾ ആയി. പേഴ്സൺ എന്താണ്? പീപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? അപ്പോൾ കൗവിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ ഹേർഡ് എന്ന് പറയുന്നത് പഠിച്ചു. അതല്ലാണ്ട് കൗവിൻ്റെ പ്ലൂറൽ എന്താ വരിക? കൗസ്. ഓക്കെ, എന്ത് വരും? കൗസ് എന്ന് വരും. ഇനി ഫിഷ് അല്ലേ? അപ്പോൾ നമുക്ക് കാണാം ഒരുപാട് ഫിഷ് ഉണ്ട്. ഒരേപോലത്തെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫിഷ് എന്ന് തന്നെ പറയും. ഒരേപോലത്തെ ആവുമ്പോൾ നമ്മൾ ഫിഷ് എന്ന് പറയും. പല ടൈപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫിഷസ് എന്ന് പറയും. ഓക്കെ, ഇനി അതാ മദർ ഇൻ ലോൻ്റെ പ്ലൂറൽ എന്താ? മദർ ഇൻ ലോൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് മദേഴ്സ് ഇൻ ലോ ആണ്. ഓക്കെ, മദേഴ്സ് ഇൻ ലോ ആണ്. ഓക്സ് ആണെങ്കിൽ ഓക്സൻ ആണ്. പാൻസ് ആണെങ്കിലോ? പാൻസ്, ട്രൗസേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അതെങ്ങനെയാണ് വരിക? പ്ലൂറലാണ് വരിക. അപ്പോൾ പാൻസ് തന്നെയാണ്. ഡേറ്റയുടെ സിംഗുലർ എന്താ? ഡേറ്റം. യെസ്, ഡേറ്റം കൊടുക്കാം. ക്രൈറ്റീരിയൻ്റെ പ്ലൂറൽ എന്തായിരിക്കും? ക്രൈറ്റീരിയ. ഓക്കെ, ക്രൈറ്റീരിയ. ആൻഡ് ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ന്യൂസിന് പ്ലൂറൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്.